ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ചേർന്ന് സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു ചെറിയൊരു കുടുംബം. ഭാര്യ ഭർത്താവിൽ നിന്നും എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുന്നെങ്കിൽ ഏകദേശം ഒരു 2-3 മാസം മറച്ചു വെക്കും. എന്നാൽ ഇവിടെ ഭാര്യ ഭർത്താവിൽ നിന്നും ഒരു രഹസ്യം മറച്ചു വെച്ചത് ഏകദേശം 25 വർഷമാണ്. തന്റെ മകന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന് അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്ന സമയത്താണ് 25 വർഷം ഭാര്യ ഭർത്താവിൽ നിന്നും മറച്ചുവെച്ച ആ ഒരു സത്യം പുറത്താകുന്നത്. പയ്യന്റെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യം ലീക്കായതോടുകൂടി അവർ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നറിയാതെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് മകന്റെ കാമുകിയുടെ അച്ഛനും അമ്മയും പറയുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു ആ കുടുംബത്തിൽ, എന്തായിരുന്നു അവർ പറഞ്ഞ ആ സത്യം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം മജാമ എന്ന 2022 റിലീസായ ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ അമേരിക്കയാണ് കാണിക്കുന്നത്. അവിടെ തേജസ് എന്ന പയ്യൻ തന്റെ അമ്മയായ പല്ലവിയെ കോൾ ചെയ്യുകയാണ്. പല്ലവിയാണ് കഥാനായിക. പല്ലവിയോട് തേജസ് തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം മുൻപേ പറഞ്ഞിരുന്നു. മാത്രവുമല്ല അവളുടെ അച്ഛനും അമ്മയും തന്നെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛനെയും അമ്മയും കാണുവാൻ പോകുവാനായിട്ട് റെഡിയാവുകയാണ് തേജസ്. അമ്മയിൽ നിന്നും അനുഗ്രഹമൊക്കെ തേജസ് വാങ്ങുന്നു. അമ്മയും അവനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ തേജസ് ആണെങ്കിലോ പെൺകുട്ടിയുടെ വീട്ടിലേക്കും എത്തുന്നു. എത്തുന്നതിന് മുൻപ് തന്നെ കാമുകി പറയുന്നുണ്ട്, നീ എന്തായാലും സൂക്ഷിച്ചു നിൽക്കണേ, സാധാരണ പെണ്ണ് കാണൽ ചടങ്ങ് പോലെയൊന്നുമല്ല, അച്ഛൻ വെക്കുന്ന ടെസ്റ്റിനെല്ലാം നീ പാസ്സാകണേ എന്ന് പ്രത്യേകം തേജസിനോട് കാമുകി പറയുന്നു. അങ്ങനെ തേജസ് ആണെങ്കിലോ കാമുകിയുടെ അച്ഛനെയും അമ്മയും കാണുവാനെയും എത്തുകയാണ്. സാധാരണ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടത്തുമ്പോൾ ചായക്കെ കുടിച്ച് പരിചയപ്പെടുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വരുന്ന പയ്യൻ കള്ളം പറയുന്നുണ്ടോ എന്നറിയുവാനായിട്ട് ഒരു മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ കുറ്റവാളികളെയൊക്കെ ടെസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് അച്ഛൻ പെരുമാറുന്നതും. അങ്ങനെ തേജസിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആ മെഷീൻ ഉപയോഗിച്ച് അവൻ കള്ളമാണോ പറയുന്നതെന്നും അച്ഛൻ ടെസ്റ്റ് ചെയ്യും. അതോടുകൂടി തേജസ് പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി തേജസിനെ അച്ഛന് ഒരുപാട് ഇഷ്ടമാകുന്നു. കാമുകിയുടെ അച്ഛന്റെ ആഗ്രഹം തന്റെ മകളെ ഇന്ത്യയിലുള്ള ട്രഡീഷണൽ ഫാമിലിയിൽ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നാണ്. തേജസ് അതുപോലൊരു ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ തേജസിന് വിവാഹം കഴിച്ചു കൊടുക്കുവാനായിട്ടും അച്ഛൻ ഒരുപാട് താല്പര്യമായി. താൻ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകനാണ് തേജസ് എന്നും അച്ഛൻ പറയുകയുണ്ടായി. തേജസിന്റെ കാമുകിയുടെ അച്ഛന് കാമുകിയെ ഇന്ത്യയിലുള്ള ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ വിവാഹം കഴിപ്പിച്ച് വിടണമെന്നാണ് ആഗ്രഹം. തേജസിന്റേത് അങ്ങനെ ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അച്ഛന് പൂർണ്ണ സമ്മതമായിരുന്നു കല്യാണത്തിനും. മാത്രവുമല്ല തേജസിന്റെ ആ ഒരു സത്യസന്ധതയും അച്ഛന് ഒരുപാട് ഇഷ്ടമായി. തേജസ് അവളുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട് കാണാൻ വരുന്നു എന്നുള്ള കാര്യം അമ്മയെ വിളിച്ചറിയിക്കുന്നു. തേജസിന്റെ അമ്മയായ പല്ലവി ഒരു ഡാൻസറാണ്. മാത്രവുമല്ല അവരുടെ നാട്ടിലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുമുണ്ട്. പല്ലവിയുടെ ഹസ്ബൻഡ് ആ നാട്ടിലെ പ്രസിഡന്റാണ്. ഒരുപാട് പ്രായമായ ആള് പ്രസിഡന്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ യുവാക്കൾക്കൊക്കെ പല്ലവിയുടെ ഹസ്ബൻഡിനോട് നല്ല പ്രശ്നമുണ്ടായിരുന്നു. പല്ലവിക്ക് തേജസിനെ കൂടാതെ ഒരു മകളുമുണ്ട്, സൃഷ്ടി. സൃഷ്ടിയുടെ സ്വഭാവം എന്തെന്നാൽ നാട്ടിലെ എന്ത് അനീതി കണ്ടാലും അതിൽ അവൾ പോയി ഇടപെടും. മാത്രവുമല്ല ഈ LGBT കമ്മ്യൂണിറ്റിയൊക്കെ അവൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു കാര്യമൊന്നും തേജസിനും അവന്റെ അച്ഛനുമൊന്നും അത്ര ഇഷ്ടമേ അല്ല. പക്ഷെ അമ്മയാണെങ്കിലോ രണ്ട് മക്കളെയും സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ തേജസ് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന ഉടനെ തന്റെ കാമുകിയും കാമുകിയുടെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലേക്ക് വരുന്ന കാര്യം അവൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വീടൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണമെന്നും അവരെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുവാനായിട്ട് ലക്ഷറി കാറ് തന്നെ ഏർപ്പാടാക്കണമെന്നൊക്കെ അച്ഛനോട് തേജസ് പറയുന്നു. പക്ഷെ അച്ഛൻ ഏർപ്പാടാക്കിയത് വെറും ഒരു ടാക്സി ആയിരുന്നു. അതുകൊണ്ട് തന്നെ തേജസിന് അത് അത്ര ഇഷ്ടമായതേയില്ല. BMW കാറ് തന്നെ ഏർപ്പാടാക്കണമെന്നും തേജസ് പറയും. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സൃഷ്ടിക്ക് വല്ലാതെ ദേഷ്യം വരും. ഇത്രയ്ക്ക് ഡിമാൻഡ് എന്താ അവർക്കെന്നൊക്കെയുള്ള രീതിയിൽ സൃഷ്ടി സംസാരിക്കുമ്പോൾ, നീ കൂടുതലൊന്നും പറയണ്ട, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതിനും ആണുമാണും കല്യാണം കഴിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നവളല്ലേ നീ, അങ്ങനെയുള്ള നിനക്ക് ഇതൊന്നും പറയാനായിട്ട് ഒരു യോഗ്യതയുമില്ല എന്നും തേജസ് അവളോട് പറയുന്നു. അങ്ങനെ സഹോദരനും സഹോദരിയും ചെറിയ ഉടക്കാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്റെ മകനും മകളും വഴക്ക് കൂടുന്നത് കണ്ട് നീ എന്തിനാ അവനോട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പല്ലവി സൃഷ്ടിയോട് ചോദിക്കുന്നു. സൃഷ്ടിക്ക് അത് ഒട്ടും ഇഷ്ടമായതേയില്ല. അന്നേ ദിവസം രാത്രി പല്ലവി തുണി മടക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം പല്ലവിക്ക് അടുത്തേക്ക് സൃഷ്ടി എത്തുകയാണ്. എന്നിട്ട് അമ്മ അവളെ വഴക്ക് പറഞ്ഞതിന്റെ കാര്യമൊക്കെ സൃഷ്ടി അമ്മയോട് ചോദിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ, ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നാൽ അമ്മ അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാതെ റൂമിൽ നിന്ന് പോകുവാനായിട്ടും അമ്മ പറയുന്നു. എന്നാൽ സൃഷ്ടി അത് തന്നെ
പല്ലവിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. സൃഷ്ടി നിർബന്ധിക്കുന്നത് കൊണ്ട് സഹിക്കിട്ട് പല്ലവി തന്റെ മനസ്സിലുള്ള ഒരു കാര്യം വെട്ടിത്തുറന്ന് പറയുന്നു. അതെ, ഞാനും ഒരു ലെസ്ബിയനാണ്, എനിക്കും താല്പര്യം പെൺകുട്ടികളോടാണ് എന്നുള്ള കാര്യം പല്ലവി പറയുന്നു. അത് കേട്ട് മകൾ ഷോക്കായി പോവുകയാണ്. ഒന്നും മിണ്ടാതെ സൃഷ്ടി റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പല്ലവി 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമൊക്കെ ആലോചിക്കുകയാണ്. അതായത് വിവാഹത്തിന് മുൻപ് പല്ലവിയും ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. അടുത്ത ദിവസം എയർപോർട്ടിലേക്ക് എത്തുകയാണ് പല്ലവിയും ഫാമിലിയും ഒക്കെ. തന്റെ മകന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും കാമുകിയും ഒക്കെ വരികയാണല്ലോ. അവരെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് എത്തിയിരിക്കുകയാണ് പല്ലവിയും കുടുംബവും. തേജസ് ആണെങ്കിലോ സ്വന്തം അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാമുകിയുടെ അച്ഛനെയും അമ്മയുമാണ് കൂടുതൽ കെയർ ചെയ്യുന്നതും. അങ്ങനെ കാമുകിയുടെ അച്ഛനും അമ്മയും ലക്ഷറി കാറിലാണ് വീട്ടിലേക്ക് പോകുന്നത്. തേജസിന്റെ കാമുകിയെ സ്കൂട്ടറിലാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പല്ലവിയുടെ ഹസ്ബൻഡിനോട് ശത്രുതയുള്ള കുറച്ച് പയ്യന്മാരില്ലേ, അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വന്ന അതിഥികളെ എല്ലാവരെയും ആരതി ഒഴിഞ്ഞ് പല്ലവി അകത്തേക്കും ക്ഷണിക്കുന്നു. അകത്തേക്ക് വന്നിരുന്നതും പല്ലവിയുടെ മകന്റെ അമ്മായിയമ്മയില്ലേ, അമ്മായിയമ്മയാണെങ്കിലോ തന്റെ ഭർത്താവിനെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുന്നു. ട്രംപിന്റെ അടുത്ത ആളാണെന്നും മേയറായിട്ട് മത്സരിക്കുവാനായി നിൽക്കുകയാണെന്നൊക്കെ അമ്മായിയമ്മ പറയുമ്പോഴോ പല്ലവിയുടെ ഹസ്ബൻഡ് വിട്ടുകൊടുക്കുമോ? ഇല്ല, താനും ഈ നാട്ടിലെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുന്നു. ഇതെല്ലാം നടക്കവേ പെണ്ണും പയ്യനും ഒക്കെ അവിടേക്ക് വരുന്നു. അങ്ങനെ അവരുടെ ചർച്ചകളൊക്കെ നടക്കുകയാണ്. കല്യാണത്തിനെ കുറിച്ചും അവർ സംസാരിക്കുന്നു. അങ്ങനെ ഏകദേശം രണ്ടു വീട്ടുകാർക്കും ഓക്കെ ആവുകയാണ്. വന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയൊക്കെ പല്ലവിയും ഫാമിലിയും അറേഞ്ച് ചെയ്യുന്നു. ആ ഒരു പാർട്ടിയിൽ പല്ലവിയുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പയ്യന്മാരും പങ്കെടുക്കുവാനായി എത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഗ്രാമത്തിലൊരു പെൺകുട്ടി എല്ലാ വീട്ടിലും പോയിട്ട് ഒരു ഫോണും കൊണ്ട് നടന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു. ആ ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന മൊബൈലാണെങ്കിൽ ഈ പയ്യന്മാരുടെ കൈവശം കിട്ടുന്നു. ആ മൊബൈലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ കണ്ട പയ്യന്മാരാണെങ്കിലോ എന്തായാലും നമുക്കൊരു തുറുപ്പുചീട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് എഡിറ്റ് ചെയ്ത് എല്ലാവരെയും കാണിക്കാമെന്നും ആ പയ്യന്മാർ പറയുന്നു. ഓൾറെഡി പല്ലവിയുടെ ഹസ്ബൻഡിനോട് ചെറിയ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ കിട്ടിയ വീഡിയോ എന്താണോ എന്തോ, എന്തായാലും പല്ലവിയുടെ ഹസ്ബൻഡിനെതിരായിട്ടുള്ള വീഡിയോ ആണെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ്. പല്ലവിയുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിലെ കുട്ടികളുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. അതേസമയം ആ പെൺകുട്ടി ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന വീഡിയോ ഇല്ലേ, അതെല്ലാം ആ പെൺകുട്ടി പ്ലേ ചെയ്യുവാനായും തുടങ്ങി. ഞാൻ ഓരോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഷൂട്ട് ചെയ്തു വെച്ചതാ, ഈ ഗ്രാമവാസികളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആ ഒരു കൊച്ചു പെൺകുട്ടി വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുത്തതും ആ പയ്യന്മാരായിരുന്നു. വീഡിയോ ഓരോന്നോരോന്നായിട്ട് പ്ലേ ആകുവാനായും തുടങ്ങി. അതിലൊന്ന് പല്ലവിയും തന്റെ മകളും സംസാരിക്കുന്നതായിരുന്നു. അതിൽ പല്ലവി താനൊരു ലെസ്ബിയൻ ആണെന്ന് തുറന്നു പറഞ്ഞില്ലേ മകളോട്, ആ ഒരു വീഡിയോയും. ഗ്രാമത്തിലുള്ള എല്ലാവരും അതറിയുന്നു. എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. പല്ലവിക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അമേരിക്കക്കാരും ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണല്ലോ. അതോടുകൂടി വിവാഹമേ വേണ്ടെന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആകെ നാണക്കേട്, വീട്ടിലാകെ പ്രശ്നം. അവിടേക്ക് എത്തുന്ന തേജസ് സഹോദരിയെ സൃഷ്ടിയാണ് വഴക്ക് പറയുന്നത്. അവൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ആ ഒരു ദേഷ്യത്തിലായിരിക്കാം അവളോട് പറഞ്ഞതെന്നും തേജസ് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, അമ്മയുടെ മനസ്സിൽ 25 വർഷങ്ങളായിട്ട് മൂടി വെച്ചിരുന്ന സത്യങ്ങളാണ് അമ്മ പറഞ്ഞതെന്നുള്ള കാര്യം സൃഷ്ടിക്ക് മനസ്സിലായി. അതേ സമയമായിരുന്നു പല്ലവിയുടെ ഹസ്ബൻഡായ മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലിയും അവിടേക്ക് വരുന്നത്. മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഭാര്യയുണ്ട് കഞ്ചൻ. മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലിയും വന്നിരിക്കുന്നത് തേജസിന്റെ കല്യാണം കഴിഞ്ഞ് തങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാ. ഓൾറെഡി ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. അതിനിടയിൽ കൂടിയാ മനോഹറിന്റെ ഫ്രണ്ട്സും വന്നിരിക്കുന്നത്. എന്നാൽ മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഭാര്യയായിട്ടുള്ള കഞ്ചനുമായിട്ട് പല്ലവിക്ക് പണ്ടേ ചെറിയ പ്രശ്നമുണ്ട്. മുഖത്തോട് മുഖം നോക്കിയാൽ രണ്ടുപേരും ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കാണിക്കുന്നത്. ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് അമേരിക്കയിൽ നിന്ന് വന്നവരൊക്കെ താമസിക്കുന്നതും. അമ്മായിച്ചൻ പറയുന്നത് ഈ ഒരു കാര്യമൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ജീവിതമേ പോകും, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫാമിലിയുമായിട്ടുള്ള കല്യാണമേ വേണ്ട എന്നുള്ള കാര്യം അച്ഛൻ പറയും. എന്നാൽ അത് തേജസും തേജസിന്റെ കാമുകിയും കേട്ടുകൊണ്ട് വരുന്നു. തേജസിന്റെ കാമുകിയാണെങ്കിൽ ഇവനൊരു അവസരം കൊടു, ഇവന്റെ അമ്മ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞത്, അത് ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് അവൻ പ്രൂവ് ചെയ്യും. ഞാൻ എന്തായാലും അവന് ജീവന് തുല്യം സ്നേഹിക്കുകയാണ്, എനിക്ക് ഇവനെയല്ലാതെ മറ്റൊരാളെയും എന്റെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല എന്നും കാമുകി പറയുന്നു. എന്നിട്ട് കാമുകിയാണെങ്കിലോ തേജസിനോട് പറയുന്നുണ്ട്, നിന്റെ അമ്മ അത് ദേഷ്യത്തിൽ പറഞ്ഞതാണെന്നും അവർ അങ്ങനെയല്ല എന്നും നീ തെളിയിച്ച് കാണിക്കണമെന്ന്. മറ്റൊരു വശത്ത് പല്ലവിക്കടുത്തേക്ക് എത്തുകയാണ് സൃഷ്ടി. അമ്മ എന്നോടന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? അമ്മയുടെ മനസ്സിൽ അമ്മ ഇത്രയും വർഷം സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് പല്ലവിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ആ ഒരു കാരണം കുടുംബത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നം നടക്കുകയാണ്. ദയവ് ചെയ്ത് ഇനി എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് മകളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. സൃഷ്ടി ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. അവനോട് ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടി തുറന്നു പറയുകയാണ്. അമ്മയുടെ മനസ്സിലുള്ള സത്യങ്ങളാണ് അമ്മ ആ പറഞ്ഞതെന്നും സൃഷ്ടി കാമുകനോട് പറയുന്നു. പക്ഷേ ഇനി എന്തൊക്കെയായാലും മനോഹർ തന്റെ ഭാര്യയെ ഇന്നും അതെല്ലാം
അവൾ വെറുതെ പറഞ്ഞതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഭാര്യ അവിശ്വസിച്ചിട്ടേയില്ല. പക്ഷേ അടുത്ത ദിവസം പല്ലവി പറഞ്ഞ ആ ഒരു വീഡിയോ ഇല്ലേ തന്റെ മകളോട് സംസാരിച്ച ആ ഒരു വീഡിയോ ലീക്കാകുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും കാണുകയാണ്. എല്ലാ സ്ത്രീകളുടെയും കയ്യിലും ആ ഒരു വീഡിയോ എത്തുന്നു. അതോടുകൂടി പല്ലവിയോടൊന്നും മിണ്ടുവാൻ പോലും സ്ത്രീകളൊന്നും കൂട്ടാക്കുന്നതേയില്ല. പല്ലവിക്കടുത്തേക്ക് ഡാൻസ് പഠിക്കുവാനായിട്ട് ഒരുപാട് പെൺകുട്ടികൾ വരാറുണ്ടായിരുന്നു. ആ പെൺകുട്ടികളും ഇപ്പോൾ വരാതായി. പല്ലവി പുറത്തിറങ്ങുമ്പോഴോ എല്ലാ ആണുങ്ങളും അവളെ അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നത്. മാത്രമല്ല പല്ലവിയുടെ ഹസ്ബൻഡായ മനോഹറിനെ കുറിച്ചും മോശമായിട്ടൊക്കെ ഓരോന്ന് എഴുതി വെക്കുന്നു. പല്ലവിയുടെ മകൾ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? കമ്മ്യൂണിറ്റിയിലെ ആളുകളോട് ചെന്നിട്ട് തന്റെ അമ്മയുടെ മനസ്സിലുള്ള കാര്യമാണ് അമ്മ തുറന്നു പറഞ്ഞത്. അമ്മയെ ഹെൽപ്പ് ചെയ്യണം, അമ്മയെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് സഹായിക്കണം എന്നുള്ള കാര്യവും സൃഷ്ടി പറയുന്നു. മറ്റൊരു വശത്ത് പല്ലവിയുടെ ഈ ഒരു പ്രശ്നം കാരണം മനോഹറിനും അസോസിയേഷനിൽ ആകെ പ്രശ്നമുണ്ടാവുകയാണ്. മനോഹർ പ്രസിഡന്റ് ആണല്ലോ. മനോഹറിനോട് അസോസിയേഷൻ മീറ്റിംഗിൽ പറയുന്നത് മനോഹറിന്റെ ഭാര്യ എന്താണെന്നുള്ള കാര്യം മനോഹറിന് ഇതുവരെയായിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മനോഹറിന് ഒരിക്കലും ഇവിടുത്തെ പ്രസിഡന്റായി നിൽക്കുവാനായിട്ട് യോഗ്യതയുമില്ല എന്നാണ് മനോഹറുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന യുവാക്കൾ പറയുന്നത്. മനോഹറിനും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നാൽ മറ്റൊരു വശത്ത് പല്ലവിക്കടുത്തേക്ക് എത്തുകയാണ് തേജസും കാമുകിയും. തേജസിന്റെ കാമുകി കരഞ്ഞുകൊണ്ട് പല്ലവിയോട് പറയുന്നു, അച്ഛൻ ഈ ഒരു വിവാഹത്തിന് എതിരാണ്. അഥവാ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ അമ്മ ഒരു ടെസ്റ്റ് എടുക്കണമെന്ന്. അത് അമ്മ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഒരു മെഷീൻ വഴി കണ്ടുപിടിക്കും. ആ ഒരു ടെസ്റ്റ് അമ്മ പാസ്സായാൽ മാത്രമേ അച്ഛൻ വിവാഹത്തിന് സമ്മതിക്കൂ എന്നും കാമുകി പറഞ്ഞിട്ട് കരയുന്നു. അത് കേട്ട് പല്ലവി പറയുന്നതോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റ് എടുക്കാനും ഞാൻ തയ്യാറാണെന്നാണ്. തേജസും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അത് പറയുമ്പോഴും പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. തന്റെ മകന്റെ വിവാഹം മുടങ്ങിപ്പോകുമോ, താൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് പല്ലവി ചിന്തിക്കുന്നതും. പല്ലവിക്കടുത്തേക്ക് മകൻ വന്നിട്ടും അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ അന്ന് പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഈ ഒരു ടെസ്റ്റ് എന്തായാലും പാസ്സാകണം, എങ്കിൽ മാത്രമേ എന്റെ വിവാഹം നടക്കൂ. അമ്മ എന്നെ സഹായിക്കണം എന്നുള്ള കാര്യവും മകൻ പല്ലവിയോട് പറയുന്നു. അത് കേട്ട് പല്ലവി ആകെ ടെൻഷനില്ല. അങ്ങനെ പല്ലവി ഒരു ടെസ്റ്റ് എടുക്കാൻ സമ്മതിച്ചത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടത്തുവാനായിട്ടും കാമുകിയുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് വിവാഹ നിശ്ചയവും നടക്കുകയാണ്. ആ ഒരു പാർട്ടിക്കിടയിൽ വെച്ച് കാമുകിയുടെ അച്ഛനും അമ്മയും പല്ലവിക്ക് അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ടെസ്റ്റിന് സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിശ്ചയം ഇവിടെ നടന്നിരിക്കുന്നത്. ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ വിവാഹത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കൂ എന്നും കാമുകിയുടെ അച്ഛനും അമ്മയും പറയുന്നു. അത് കേട്ട് പല്ലവിക്കും ആകെ ടെൻഷൻ. പല്ലവി പറയുന്നത്, ടെസ്റ്റിന് ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണമെന്നും പല്ലവി ആവശ്യപ്പെട്ടു. അതിനുശേഷം പല്ലവി നേരെ ടെറസിലേക്കും പോവുകയാണ്. പക്ഷേ അവിടെ പല്ലവിയെ കാത്ത് കഞ്ചൻ ഉണ്ടായിരുന്നു. കഞ്ചൻ പല്ലവിക്ക് അടുത്തേക്ക് വന്നിട്ട്, എന്താടി ഇവിടെ നടക്കുന്നത്? വർഷങ്ങളായിട്ട് നമ്മൾ രണ്ടാളും മിണ്ടിയില്ലെങ്കിലും നിനക്ക് ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളാടി നടക്കുന്നതെന്ന് കഞ്ചൻ പല്ലവിയോട് ചോദിക്കുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ പല്ലവി 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നില്ലേ? അതായത് വിവാഹത്തിന് മുൻപ് ആ പെൺകുട്ടി മറ്റാരുമല്ല, കഞ്ചനായിരുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് കഞ്ചനും പല്ലവിയും അവരുടെ നാട്ടിൽ നടന്നൊരു ആഘോഷത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. പക്ഷേ അന്നത്തെ കാലത്ത് ഇന്ന് പെണ്ണും പെണ്ണും പ്രണയിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആരും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നല്ലോ. അത് വലിയ പ്രശ്നവുമാണല്ലോ. അതുകൊണ്ട് തന്നെ പല്ലവിയാണെങ്കിൽ മനോഹറിനെയും വിവാഹം കഴിച്ചു, കഞ്ചനാണെങ്കിലോ മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും വിവാഹം കഴിച്ചു. രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ കഞ്ചനും പല്ലവിയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതെല്ലാം തേജസ് കാണുന്നു. അപ്പോൾ പല്ലവി പറഞ്ഞതെല്ലാം സത്യമാണെന്നും കഞ്ചനായിരുന്നു പല്ലവിയുടെ ആ ഒരു കാമുകി എന്നുള്ള കാര്യവും തേജസിന് മനസ്സിലാകുന്നു. തേജസ് ഈ ഒരു കാര്യം കാമുകിയോട് പറയുകയാണ്. കാമുകിക്ക് ആകെ ദേഷ്യമാകും. അച്ഛൻ നടത്തുന്ന ആ ഒരു ടെസ്റ്റിൽ പല്ലവി പങ്കെടുത്താൽ എന്തായാലും തങ്ങളുടെ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം തേജസിനും കാമുകിക്കും ഉറപ്പായി. എന്നാൽ മറ്റൊരു വശത്ത് സൃഷ്ടിയാണെങ്കിലോ അടുത്ത ദിവസം തന്റെ അമ്മയും കൂട്ടി കമ്മ്യൂണിറ്റിക്ക് അടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെയുള്ളവരെല്ലാവരും ചേർന്ന് പല്ലവിയെ ഉപദേശിക്കുവാനായി നോക്കുമ്പോഴോ പല്ലവിക്ക് ദേഷ്യം വരികയാണ്. അവർ പറയുന്നതൊന്നും കേൾക്കുവാൻ കൂട്ടാകാതെ പല്ലവി അവിടെ നിന്നും പോകുന്നു. അന്നേ ദിവസം രാത്രി പല്ലവിക്കടുത്തേക്ക് തേജസ് എത്തുകയാണ്. നാളെ നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്, രാവിലെ റെഡിയാകണമെന്നും തേജസ് അമ്മയോട് പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് മലമുകളിലുള്ള ഒരു ഗുഹാക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ വീട്ടുകാരെല്ലാവരും മറ്റൊരു വഴിക്ക് പോകുമ്പോഴോ തേജസ് അമ്മയും കൂട്ടി ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. അവിടെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വാമിയാണെങ്കിൽ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് എന്തൊക്കെയോ പൂജ നടത്തുകയാ. സത്യത്തിൽ ആ വന്നിരുന്ന രണ്ടുപേർ ആരെന്നാൽ ഒരു അമ്മയും മകനുമായിരുന്നു. അമ്മ പറയുന്നത് തന്റെ മകൻ മറ്റൊരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്, അവൻ
അവനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്നാണ്. അതെല്ലാം കേൾക്കുന്ന പല്ലവിക്ക് കാര്യം മനസ്സിലായി. തേജസ് തന്റെ അമ്മയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വാമിക്കടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. പല്ലവിക്ക് ആകെ ദേഷ്യം. പല്ലവി അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. നീ എന്നെ അപമാനിക്കുവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തേജസ് അമ്മയോട് ചോദിക്കും, അമ്മയും കഞ്ചനാന്റിയും ഇന്നലെ നിന്ന് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ രണ്ടുപേരും പണ്ട് പ്രണയത്തിലായിരുന്നുവല്ലേ? ദയവ് ചെയ്ത് അമ്മയ്ക്കുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം കാരണം എന്റെ കല്യാണമൊന്നും മുടങ്ങരുത്. അത് നിങ്ങൾ കാരണം ഒരു തടസ്സവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടാണ് തേജസ് അവിടെ നിന്ന് പോകുന്നത്. തേജസ് പറയുന്നതെല്ലാം കേട്ട് പല്ലവിക്കും ആകെ സങ്കടമായി. അവൾക്കും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ തേജസിന്റെ അമ്മായിയമ്മയുടെ മനസ്സിൽ പല്ലവി പറഞ്ഞതെല്ലാം സത്യമാണോ, പല്ലവിക്ക് സ്ത്രീകളോടാണോ താല്പര്യം എന്നൊരു സംശയമുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യണം. അതിനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു അമ്മായിയമ്മ. അങ്ങനെ അവസരം കിട്ടുകയാണ്. പക്ഷേ അന്നേരം പല്ലവിക്കൊപ്പം കഞ്ചനും ഉണ്ടായിരുന്നു. അമ്മായിയമ്മ കൃത്യമായിട്ട് പല്ലവിയോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ, നിങ്ങൾക്ക് സ്ത്രീകളോടാണോ താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയൊന്നും പല്ലവി പറയുന്നതേയില്ല. മാത്രമല്ല ആ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് എല്ലാം അറിയാമല്ലോ എന്ന് അമ്മായിയമ്മ പറയുമ്പോൾ അതിന് പല്ലവി എന്താ വല്ല കുറ്റവാളിയുമാണെന്ന് ചോദിച്ച് കഞ്ചൻ ദേഷ്യപ്പെടുന്നു. കഞ്ചനാണെങ്കിലോ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അപ്പോഴങ്ങ് തുറന്നു പറയുക. സത്യത്തിൽ തേജസിന്റെ അമ്മായിയമ്മ തന്റെ ഭർത്താവ് നല്ലതാണെന്നാണല്ലോ കരുതിയിരുന്നത്. എന്നാൽ അതല്ല എന്നുള്ള കാര്യം കഞ്ചൻ തെളിയിക്കും. കഞ്ചൻ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് നല്ലവനാണോ, നിങ്ങൾ അങ്ങനെയല്ലേ കരുതിയിരിക്കുന്നത്? പക്ഷേ വന്ന അന്ന് മുതൽ എന്നെ അയാൾ നോട്ടമിട്ട് നടക്കുകയാ. എന്നെ അയാൾ നോക്കുകയും ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നതുമൊക്കെ ഞാൻ കാണുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിലാക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വാ. നിങ്ങൾ അയാൾക്ക് വെറും ഒരു അടിമ മാത്രമാ. ഒരു പിയെ പോലെയാണ് അയാൾ നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. അയാൾ ആള് ശരിയൊന്നുമല്ല എന്നുള്ള കാര്യവും കഞ്ചൻ പറയുന്നു. കഞ്ചൻ പറയുന്നതെല്ലാം കേട്ട് തേജസിന്റെ അമ്മായിയമ്മ കരഞ്ഞു പോകുന്നു. തന്റെ ഭർത്താവ് തന്നെ വെറും ഒരു അടിമയാക്കിയാണ് കൊണ്ടു നടക്കുന്നതെന്നുള്ള കാര്യവും അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് മനോഹറിന് സുഖമില്ലാതാവുകയാണ്. സുഖമില്ലാതാകുന്നെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പ്രശ്നമാ. എന്തെന്നാൽ സത്യത്തിൽ ഈ മനോഹറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ മനോഹറിന്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നീ നിന്റെ ഭാര്യയും തമ്മിൽ എന്നാ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടെന്ന് മുൻപ് ചോദിച്ചിരുന്നു. അതൊരു 10-15 വർഷമായി കാണുമെന്നും മനോഹർ പറഞ്ഞതുകൊണ്ട്, അയ്യേ, നീ നിന്റെ ഭാര്യയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം. നീ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ല്, അവിടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് വാങ്ങി കഴിച്ചാൽ മതി. നിന്റെ ഭാര്യയോട് ആഗ്രഹിക്കും വിധം പെരുമാറാൻ കഴിയുമെന്നും കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് ആ ഒരു ടാബ്ലറ്റ് വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ ആ ഒരു ട്രിപ്പിന് വന്ന സമയത്ത് അയാൾക്ക് നന്നായിട്ട് തലവേദനിച്ചു. ഉടനെ തന്നെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. പക്ഷേ കഴിച്ച ടാബ്ലറ്റ് മറ്റൊന്നായിരുന്നു. അതോടുകൂടി അയാളുടെ ശരീരത്തിൽ പല മാറ്റവും ഉണ്ടാകുവാനായും തുടങ്ങി. സ്ത്രീകൾ തന്റെ പരിസരത്ത് വരുവാൻ പോലും മനോഹർ സമ്മതിച്ചതേയില്ല. ഒടുവിൽ മനോഹറിന് എന്തോ ശാരീരികമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യുകയാണ്. മനോഹറിന് കൂട്ടിരിക്കുന്നതോ ഭാര്യയെ പല്ലവിയുമാണ്. പല്ലവിയോട് മനോഹർ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഞാൻ കഴിച്ച ഗുളിക മാറിപ്പോയി. നിന്നെ ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ടാബ്ലറ്റ് വാങ്ങി വെച്ചിരുന്നെന്നുള്ള കാര്യം മനോഹർ പറയുന്നു. നാട്ടുകാരൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാകുമെന്നും മനോഹർ പല്ലവിയോട് പറയുന്നു. മനോഹർ സംസാരിക്കുന്നതെല്ലാം കേട്ട് പല്ലവിക്ക് നല്ല കുറ്റബോധം. പല്ലവിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം മനോഹറിനോട് തുറന്നു പറയുകയാണ്. അന്ന് ഞാൻ നമ്മുടെ മകളോട് തുറന്നു പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചു. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മനസ്സുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. പക്ഷേ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഒന്നായിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല എന്നുള്ള കാര്യവും പല്ലവി തുറന്നു പറയുന്നു. അത് കേട്ട ഭർത്താവ് ഇനി ഇതുപോലെ കള്ളസ്നേഹമൊന്നും എന്നോട് കാണിക്കരുതെന്ന് പറഞ്ഞ് അന്നേ ദിവസം ഒറ്റയ്ക്കാണ് ഭർത്താവ് കിടന്നുറങ്ങുന്നതും. എന്നാൽ മനസ്സാകെ തകർന്നിരുന്ന പല്ലവി നേരെ എത്തുന്നത് കഞ്ചനടുത്തേക്കാണ്. കഞ്ചനോട് എന്തെങ്കിലും സംസാരിക്കാമെന്ന് കരുതിയാണ് എത്തിയിരിക്കുന്നതും. എന്നാൽ കഞ്ചനാണെങ്കിലോ മുടിയൊക്കെ കൊഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് റൂമിലിരിക്കുന്നതും. അപ്പോഴാണ് കഞ്ചൻ ഏത് നിമിഷവും മരണപ്പെടാമെന്നും അങ്ങനെ ഒരു രോഗത്തിന് അടിമയാണെന്നുള്ള കാര്യവും പല്ലവി മനസ്സിലാക്കിയതും. അതും കൂടി ആയപ്പോൾ പല്ലവി ആകെ തകർന്നു പോകുന്നു. അടുത്ത ദിവസം തേജസിന്റെ അമ്മായിയച്ഛൻ പറഞ്ഞ ടെസ്റ്റ് എടുക്കുവാനായിട്ട് പല്ലവി പോകുവാനായി തയ്യാറാവുകയാണ്. പല്ലവിയുടെ മകൾ തടയുവാനായി നോക്കിയിട്ടും പല്ലവി എങ്ങനെയെങ്കിലും ടെസ്റ്റ് എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പല്ലവിക്ക് അവരുടെ മകന്റെ വിവാഹം നടത്തണം. അത് മാത്രമാണ് പല്ലവി പ്രാധാന്യം നൽകിയതും. അങ്ങനെ പല്ലവിയാണെങ്കിലോ തേജസിന്റെ അമ്മായിയച്ഛൻ അടുത്തേക്ക് എത്തുന്നു. അവിടേക്ക് എത്തുന്ന പല്ലവിയുടെ ദേഹത്തേക്ക് ഒയറുകളൊക്കെ കണക്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം മാത്രം പറഞ്ഞാൽ മതിയെന്നും പറയും. നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ പല്ലവി എന്ന്
പറയുന്നു. ഞങ്ങളെ ഇഷ്ടമാണോന്ന് തേജസിന്റെ അമ്മായിയച്ഛൻ ചോദിക്കുമ്പോൾ അല്ല എന്ന് പല്ലവി മറുപടി പറയുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴും അല്ല എന്നാണ് പല്ലവിയുടെ മറുപടി. ഭർത്താവല്ലാതെ മറ്റാരെങ്കിലുമായിട്ട് നിങ്ങൾ ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നും പല്ലവി മറുപടി പറയുന്നു. എന്നിട്ട് അടുത്ത ചോദ്യം നിങ്ങളൊരു ലെസ്ബിയനാണോ എന്നായിരുന്നു. അതിന് പല്ലവി മറുപടി കൊടുക്കത്തേയില്ല. എന്താ നിങ്ങൾ മറുപടി പറയാത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നും പല്ലവി പറയുന്നു. തേജസിന്റെ അമ്മായിയച്ഛൻ ലെസ്ബിയൻ എന്താണെന്നുള്ള കാര്യം പല്ലവിയോട് പറയുന്നു. അതായത് നിങ്ങളൊരു പെണ്ണുമായിട്ട് നിങ്ങൾക്ക് വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് പല്ലവി മറ്റൊരു രീതിയിൽ മറുപടി പറയുന്നു. ഞാൻ മറ്റൊരു പെണ്ണുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പല്ലവി തുറന്നു പറയും. അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ പല്ലവി പാസ്സാവുകയാണ്. പല്ലവി താനൊരു ലെസ്ബിയൻ ആണോ എന്ന ചോദ്യത്തിന് അല്ല എന്നോ ആണെന്നോ ഉത്തരം പറയാതെ താനൊരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അവൾ തുറന്നു പറയുന്നത്. അതോടുകൂടിയാണ് ടെസ്റ്റ് പാസ്സാവുന്നതും. സത്യത്തിൽ പല്ലവിക്ക് എങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. എങ്ങനെ ടെസ്റ്റ് പാസ്സായി എന്നുള്ള കാര്യം തേജസിന്റെ അമ്മായിയച്ഛന് മനസ്സിലാകുന്നതേയില്ല. അടുത്ത ചോദ്യം ചോദിക്കുവാനായിട്ട് വരുന്ന സമയത്ത് തേജസിന്റെ അമ്മായിയമ്മയാണെങ്കിൽ അമ്മായിയച്ഛനെ തടയുന്നു. ആദ്യം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്ക്, നിങ്ങളെ പിടിച്ച് ഇതുപോലുള്ള ടെസ്റ്റിനിരുത്തണം, അപ്പോഴേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകൂ എന്നുള്ള കാര്യം അമ്മായിയമ്മ പറയുമ്പോഴോ അമ്മായിയച്ഛൻ അതിന് മറുപടിയില്ലായിരുന്നു. ദേഷ്യം വന്ന തേജസ് ആണെങ്കിൽ പല്ലവി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കാരണം ടെസ്റ്റിൽ പല്ലവി പാസ്സായി. മാത്രവുമല്ല അമ്മായിയച്ഛനാണെങ്കിലോ അപമാനിക്കും വിധമാണല്ലോ പല്ലവിയോട് പെരുമാറിയതും. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാർ തന്റെ അമ്മയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹം എങ്ങനെയായിരിക്കും തന്റെ അമ്മയോട് പെരുമാറിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ തേജസ് ചിന്തിക്കുന്നു. അങ്ങനെ അവൻ അവന്റെ അമ്മയെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. തേജസ് എങ്ങനെയാണോ അമ്മയെ അക്സെപ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ മനോഹർ തന്റെ ഭാര്യയെ പല്ലവിയും അക്സെപ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല തേജസ് അമ്മയോട് മാപ്പ് പറയുകയാണ്. അതിനുശേഷം അന്നേ ദിവസം രാത്രി മനോഹറും തേജസും നേരെ പോകുന്നത് സൃഷ്ടിക്കടുത്തേക്കാണ്. അവളോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അവൾ ഈ ഒരു LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അടുത്ത ദിവസം തേജസ് അമ്മയോട് മാപ്പും പറഞ്ഞിട്ട് അവിടെ നിന്നും നേരെ എത്തുന്നത് തന്റെ കാമുകിയുടെ വീട്ടിലേക്കാണ്. തന്റെ അമ്മയെ അപമാനിച്ച കുടുംബവുമായിട്ട് തനിക്കിനി ഒരു ബന്ധവും വേണ്ട എന്നും ഈ ഒരു വിവാഹത്തിനും തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ബന്ധം ഉപേക്ഷിച്ചിട്ട് തേജസ് അവിടെ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ മനോഹർ നേരെ ചെല്ലുന്നത് അവരുടെ അസോസിയേഷൻ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. തന്റെ ഭാര്യയെ അവരും ഒരുപാട് അപമാനിച്ചല്ലോ, അതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിട്ടാണ് മനോഹർ തിരികെ വീട്ടിലേക്ക് വരുന്നതും. അങ്ങനെ പല്ലവിയെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിലെ പഴയ സന്തോഷവും തിരികെ വന്നിരിക്കുന്നു. പല്ലവി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവളെ ഇപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്നത്. അവരുടെ നാട്ടിലെ ഉത്സവത്തിന് എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുക, കൂടെ കഞ്ചനുമുണ്ട്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് തേജസിന്റെ കാമുകിയും വരുന്നത്. അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഇവർക്കൊപ്പം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാമുകി എത്തിയിരിക്കുന്നതും. അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.